Audio Jungle. ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പാലാ ടൗണിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിൽ, പാലാ രാമപുരം റോഡിൽ നിന്ന് 500 മീറ്റർ ദൂരത്തിൽ, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്ന് 1720 സ്ക്വയർ ഫീറ്റ് 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു പുതുപുത്തൻ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശാലമായിട്ടുള്ള മുറ്റത്തോടു കൂടി നല്ലൊരു റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു വീടും സ്ഥലവുമാണ്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് തേക്കുംതടിയിലാണ് തീർത്തിരിക്കുന്നത്. ഇതിൻ്റെ വുഡ് വർക്ക് വന്നിരിക്കുന്നതെല്ലാം തേക്കുംതടി, അതുപോലെ തന്നെ ആഞ്ഞിലി, ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കട്ടിള, അതുപോലെ തന്നെ ഡോറിൻ്റെ കട്ടിള ഭാഗങ്ങൾ, ജനലിൻ്റെ കട്ടിള, ഇതെല്ലാം ആഞ്ഞിലിത്തടിയിലും ബാക്കിയുള്ള കംപ്ലീറ്റ് ഭാഗങ്ങൾ തേക്കുംതടിയിലുമാണ് തീർത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് തേക്കുംതടിയിൽ തന്നെ പണിതിരിക്കുന്ന വീടുകൾ വളരെ അപൂർവമാണ്. കാരണം അങ്ങനെ ഫുള്ള് തേക്കുംതടി ഉപയോഗിച്ച് പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വിലയ്ക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ സൈഡിൽ കാണുന്ന സ്ഥലവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും. സ്ഥലം ഇത് 10 സെൻറ്റ് സ്ഥലമാണ്. 10 സെൻറ്റ് സ്ഥലത്തിനോട് കൂടി സൈഡിൽ കാണുന്ന സ്ഥലം കൂടി വേണമെന്നുള്ളവർക്ക് ഇതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടി ജോയിൻറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് കൊടുക്കാനായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇത് ഏകദേശം ഒരു 10 സെൻറ്റ് താഴെ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സൈഡിലും നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ്. നമുക്ക് 4-5 വണ്ടികളെ ഒരേ സമയം പാർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സൈഡിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ബാക്കിയുള്ള ഭാഗത്താണ് ബേബി മെറ്റൽ വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലൊക്കെ മണ്ണിട്ട് കാണുന്ന ആ പ്രദേശം നമുക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇത് വീടിൻ്റെ വടക്കു വശത്തുള്ള ഒരു വരാന്തയാണ്. അവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാം. അതുപോലെ തന്നെ ഒരു സ്റ്റോർ റൂമുണ്ട്. നമുക്ക് ഇവിടെ നല്ലൊരു വരാന്തയോട് കൂടിയുള്ള, വടക്കു വശത്ത് ഒരു വരാന്തയോട് കൂടിയുള്ള ഒരു വീടാണ്. അവിടെ ഒരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. നല്ലൊരു വരാന്തയാണ്. കാരണം നമുക്ക് ബാക്കിയുള്ള ആവശ്യങ്ങളൊക്കെ ഇറങ്ങിയിരിക്കാനോ ഇവിടെ വേണേലും നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാവുന്നതാണ്. അതിനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്റ്റോർ റൂം. കിച്ചണിൽ നിന്ന് വിട്ടിട്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് സ്റ്റോർ റൂം, കിച്ചൻ്റെ സ്റ്റോർ റൂമാണ്. അതും അത്യാവശ്യം വലുപ്പമുള്ള. ഇതാണ് ആ തേക്കുംതടിയിലുള്ള ഡോറാണ് ആ കാണുന്നത്. ഇത്ര മനോഹരമായിട്ട് ഇത് പുറത്തുകൂടിയാണ് സ്റ്റെയറിൻ്റെ അടിയിലും നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് സെല്ലർ ചോദിക്കുന്ന വില 80 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വില വെച്ച് നോക്കുമ്പോൾ ഇത്രയും തേക്കുംതടി ഉപയോഗിച്ച് ഇരിക്കുന്ന ഒരു വീട് പാലായിൽ വളരെ അപൂർവമായിട്ടാണ്. കാരണം ഇത്രയും പാർട്ടീഷൻ ഡോറ് വരെ തേക്കുംതടിയിലാണ് തീർത്തിരിക്കുന്നത്. അത് നമുക്ക് ഉള്ളിലെ കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് ഒരു സൈഡിലാണെങ്കിൽ വിശാലമായിട്ടുള്ള ഒരു മുറ്റം. ഇവിടെ നമുക്ക് 2-3 വണ്ടി ഒരേ സമയം, എത്ര വലിയ വണ്ടി വന്നാലും, ഇന്നോവ പോലത്തെ വണ്ടികൾ വന്നാലും കയറ്റി ഇടാൻ നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ പറ്റും. അതുപോലെ തന്നെ നല്ല ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉണ്ട്. ഏത് വലിയ വണ്ടിയും കയറ്റി ഇടാൻ പറ്റുന്ന രീതിയിൽ നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടെല്ലാം ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റ് ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ്. ഇതാണ് തേക്കുംതടിയിൽ. ഇവിടെ നല്ല വലിപ്പമുള്ള വിൻഡോകളാണ്. റോഡുകളെല്ലാം SSL ആണ് തീർത്തിരിക്കുന്നത്. അതിൻ്റെ കമ്പികളെല്ലാം SS-ൻ്റെ റോഡുകളാണ്. ഇത് 2 സൈഡിലായിട്ട് ഉള്ള ജനാലകൾ, 4 പാളി ജനാല ഈ സൈഡിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ തേക്കിൻ്റെ ആ ഡിസൈൻ തന്നെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അത്ര മനോഹരമായിട്ട് നല്ല മാറ്റ് പോളിഷ് അടിച്ച് ഒട്ടും വെള്ളമില്ലാതെ എടുത്തിരിക്കുന്ന ഒരു മെയിൻ ഡോർ കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ഞാൻ ആ തേക്കിൻ്റെ ഡിസൈൻ തന്നെ കാണിക്കാനായിട്ടാണ് ഇതിങ്ങനെ സ്ലോ ആയിട്ട് ഇട്ടിരിക്കുന്നത്. കയറി ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്വീകരണ മുറി. നല്ല വലിപ്പമുള്ള ഒരു
ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ തേക്കന്തടിയിൽ തീർത്തിരിക്കുന്ന ഒരു വീടാണ്. TV യൂണിറ്റ് അവിടെ വയ്ക്കാം. അതും തേക്കന്തടിയിലാണ് തീർത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തു വേണേലും രൂപങ്ങളോ ബൈബിളോ അങ്ങനെ അവനവൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള ഗ്രന്ഥങ്ങൾ അവിടെ നമുക്ക് വയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് TV യൂണിറ്റ്. ഇവിടെ എത്ര വലിപ്പമുള്ള TV നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ സൈഡ് ചെയ്ത് തേക്കൻ തടിയിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. ഇത് വീടിൻ്റെ ഡോറുകളാണ്. ഇതെല്ലാം തേക്കൻ തടിയിലാണ്. കാരണം ഇത് കംപ്ലീറ്റ് തേക്കയിലാണ്. തേക്കിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് സ്പേസിലെ ഒരു സൈഡിലെ ജനാലകളാണെങ്കിൽ നമുക്കിഷ്ടംപോലെ നല്ലവണ്ണം വെളിച്ചം കയറാവുന്ന രീതിയിൽ കിഴക്കോട്ട് ദർശനത്തിലുള്ള വീടാണിത്. കിഴക്കോട്ട് ദർശനത്തിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇതാണ് ഈ വിൻഡോസിൻ്റെ കമ്പികളെല്ലാം SS റോഡാണ്. SS റോഡിലാണ് തീർത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഡൈനിങ് ഹോളുമായിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഇതാണ്. അതും നല്ല മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ നടത്തിയാണ് ഡൈനിങ് ഹോളും ലിവിങ് ഹോളുമായിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. പാലാ ടൗണിൽ നിന്നും ഈ വീട്ടിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പാലാ രാമപുരം റോഡിൽ നിന്നും 5 കിലോമീറ്റർ ദൂരം. വലവൂരുള്ള IITയിലേക്ക് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം വരും. അതുപോലെ തന്നെ IITയിലൊക്കെ ജോലിയുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ താമസത്തിനായിട്ട് വാങ്ങിക്കുന്നവർക്കൊക്കെ ബെസ്റ്റ് ഒരു വീടും സ്ഥലവുമാണ്. ഇതാണ് കിച്ചൻ്റെ ഭാഗമാണ്. ഇത് മറ്റൊരു റൂമാണ്. ഇത് നമ്മുടെ കിച്ചൻ്റെ ഭാഗത്തു നിന്നുള്ള ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്. ഡൈനിങ് ഹോളിൽ തന്നെ ഒരു സൈഡിലായിട്ട് തടികൾ കൊണ്ട് തന്നെ വാർഡ്രോബ്സുകൾ പണിതിട്ടുണ്ട്. അവിടെ നമ്മൾ കിച്ചണിലെ പ്ലേറ്റുകളോ അങ്ങനെയുള്ള ക്രോക്കറി ഐറ്റംസൊക്കെ വയ്ക്കാം. ഇതാണ് തേക്കൻ തടിയുടെ ഡിസൈൻ ഒന്നുകൂടി എടുത്ത് കാണിക്കുകയാണ്. അത്ര കാതലായിട്ടുള്ള തടികൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്വാളിറ്റി അത്ര ബെസ്റ്റായിട്ട് പണിതിരിക്കുന്ന ഒരു വീടും സ്ഥലവുമാണ്. നമുക്ക് വിൽപ്പന വീടൊന്നും ഒരിക്കലും ഇങ്ങനെ പണിയേരാ. ഇത്ര തേക്കൻ തടി ഉപയോഗിച്ച് പണിതുകൊണ്ട് കാര്യമില്ല. കാരണം അത് നമുക്ക് ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റിയല്ല. പക്ഷേ ഇവിടെ തീർത്തിരിക്കുന്നത് കംപ്ലീറ്റ് തേക്കൻ തടി ഉപയോഗിച്ചാണ്. ഇതാണ് മനോഹരമായിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ്. നല്ല ഭംഗിയുള്ള ഫോർ സീലിംഗ് വർക്കുകളും. ഇതാണ് നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കിച്ചണിലുള്ള ടൈലുകളെല്ലാം വുഡൻ ഫിനിഷിലുള്ള ടൈലുകളാണ് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വർക്ക് ഏരിയ ആണെന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ഏരിയ ആണ്. ഇത് ഇവിടെ സ്റ്റോറേജുകളെല്ലാം കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കൻ തടിയിൽ തന്നെയാണ്. ഡോറുകളെല്ലാം വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സിങ്ക് ഉണ്ട്. ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും ഓപ്പൺ ആയിട്ട് കിടക്കുന്നതും ക്ലോസ് ചെയ്തിരിക്കുന്നതുമായിട്ടുള്ള ഇതാണ് നമ്മുടെ വർക്ക് ഏരിയയുടെ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്. അവിടെ നിന്ന് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൻ്റെ ഭാഗം. നല്ല വലിപ്പമുള്ള ഒരു കിച്ചനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബോട്ടം സൈഡിലെ കംപ്ലീറ്റ് തടിയിൽ തന്നെയാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാം തേക്കൻ തടി ഉപയോഗിച്ചാണ്. ഇവിടെ തേക്കൻ തടി മാത്രമേ ഉള്ളൂ. വേറെ ഒരു തടിയും ഇതിൻ്റെ ഡോറുകളോ ഫ്രെയിമുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കംപ്ലീറ്റ് തേക്കിൻ്റെ കാതലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത്ര നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണിത്. 10 സെൻറ്റ് സ്ഥലം 1720 സ്ക്വയർ ഫീറ്റ്. സെല്ലർ ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയുള്ളൂ. വില നെഗോഷ്യബിളാണ്. വെള്ളപ്പൊക്ക ഭീഷണി ലെവൽ ലേശമില്ലാതെ. ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് കുഴൽക്കിണറാണ്, ഓപ്പൺ വെല്ലല്ല. അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനുണ്ട്. നല്ല 7 ഇഞ്ച് വ്യാസത്തിൽ ചെയ്തിരിക്കുന്ന കുഴലാണ്. ബോർവെല്ല് നല്ല വെള്ളമുള്ള കിണറാണ്. നമ്മൾ അടുത്ത റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. റൂമെല്ലാം നല്ല
സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ്. അതുപോലെ തന്നെ റൂമിൽ വാർഡ്രോബ്സ് ഉണ്ട്. ബാത്റൂമുകളാണെങ്കിലും നല്ല വലിപ്പമുള്ള ബാത്റൂമുകളും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിട്ടുള്ള ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. പാലാ ടൗണിൽ നിന്നും 5 കിലോമീറ്റർ ദൂരം പാലാ രാമൂരം റോഡിൽ നിന്നും 500 മീറ്റർ ദൂരം, ട്രിപ്പിൾ ഐറ്റിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരം, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസോടും കൂടിയ ഒരു വീട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തേക്കുംതടിയിൽ പണിതിരിക്കുന്ന വീടൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം കംപ്ലീറ്റ് ഇതുപോലെ തേക്കുംതടിയിൽ തീർത്തിരിക്കുന്ന വീടുകൾ വളരെ റെയറാണ്. ഇതുപോലെ തന്നെ ഇതുണ്ട്, കോർണർ വിൻഡോസ് തന്നെ കൊടുത്തിരിക്കുന്ന 7 പാളി വരുന്നുണ്ട് ഇവിടെ നല്ലവണ്ണം. അതായത് ലൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് വെളിച്ചം നല്ലവണ്ണം ഈ റൂമിൻ്റെ അകത്ത്, സൂര്യപ്രകാശമാണെങ്കിലും അതായത് കിഴക്കോട്ട് ദർശനത്തിലുള്ള വീടാണ്. അതുകൊണ്ട് കിഴക്കു നിന്നുള്ള രാവിലത്തെയുള്ള സൂര്യപ്രകാശം വരെ നമുക്ക് റൂമിൻ്റെ അകത്ത് കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ജനലിൻ്റെ ക്രമീകരണം. നല്ലൊരു വീടും സ്ഥലവുമാണ്. താല്പര്യമുള്ളവർക്ക് സമയം കളയാതെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വീട് വന്ന് കാണാം.